റിപ്പോർട്ട് SIT അന്വേഷണം തുടരുകയാണ്. ബിഷപ്പ് പെരിയാർ. പെരിയാറിൽ രാസമാലിന്യത്തിനോടൊപ്പം അപകടകരമായ അളവിൽ കീടനാശിനിയുടെ സാന്നിധ്യവും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലും നാഷണൽ എൻവയോൺമെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തിയ പഠനങ്ങളിലാണ് ഉയർന്ന അളവിൽ കീടനാശിനി കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. മനുഷ്യജീവനെ നേരിട്ട് ബാധിക്കുന്ന ഈ അപകടാവസ്ഥ അധികൃതരെ സ്പർശിക്കുന്നതേയില്ല. പെരിയാറിലെ വെള്ളത്തിൽ രാസമാലിന്യം പോലെ തന്നെ അപകടകരമായ അളവിൽ കീടനാശിനിയും കലർന്നിട്ടുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കെമിക്കൽ ഓഷനോഗ്രഫി ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ എൻവയോൺമെന്റ് റിസർച്ച് സെന്ററും പല ഘട്ടങ്ങളിലായി നടത്തിയ പഠനങ്ങളിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം വളരെ കാര്യമായിട്ടുണ്ട്. അതിപ്പോൾ താഴെ മാത്രമല്ല, പെരിയാറിൻ്റെ മേളിലും ഉണ്ട്, കൃഷി മേഖലകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന പെസ്റ്റിസൈഡും ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എൻഡോസൾഫാനും DDTയും എല്ലാം നിർമ്മിച്ചിരുന്ന ഫാക്ടറികൾ പെരിയാറിന്റെ ഇരു കരകളിലുമുണ്ടായിരുന്നു. അടച്ചുപൂട്ടിപ്പോയ ഫാക്ടറികളിൽ നിന്ന് മുമ്പ് നിക്ഷേപിച്ച കീടനാശിനികൾ പോലും ഇപ്പോഴും പെരിയാറിന്റെ അടിത്തട്ടിൽ ഉയർന്ന അളവിൽ അടിഞ്ഞുകിടപ്പുണ്ട്. ഒപ്പം കൃഷി ആവശ്യത്തിനായി പരിധിയില്ലാതെ ഉപയോഗിക്കുന്ന കീടനാശിനികളും മഴയിൽ ഒഴുകി പെരിയാറിലേക്ക് എത്തുന്നു. ഈ ഓരോ പെസ്റ്റിസൈഡിൻ്റെയും ശരിക്കും സ്വഭാവത്തിനനുസരിച്ച് ചിലപ്പോൾ കാൽസിനോജനിക് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഡിസീസസോ അതുപോലത്തെ മറ്റ് ഡിസീസുകളിലേക്ക് കടക്കാതെ. നൂറ്റാണ്ടുകളോളം നശിക്കാതെ കിടക്കുന്ന കീടനാശിനി പെരിയാറിന്റെ അടിത്തട്ടിനെ ഗുരുതരമായ അളവിൽ മലിനമാക്കി കഴിഞ്ഞു. കൃഷിയിടങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കീടനാശിനി മുകൾത്തട്ടിനെയും മലിനമാക്കുന്നു. മനുഷ്യജീവനെ നേരിട്ട് ബാധിക്കുന്ന കീടനാശിനികൾ ഗുരുതരമായ അളവിൽ പെരിയാറിൽ കലർന്നിട്ടുണ്ട് എന്ന് അറിയാഞ്ഞിട്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പഠന റിപ്പോർട്ടുകൾക്ക് പുല്ലുവില നൽകി മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ ഭരണ സംവിധാനം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ടീം SIT ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഈ അന്വേഷണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ലേബി, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാസമാലിന്യങ്ങൾക്കൊപ്പം കീടനാശിനി കൂടി കലർന്നിട്ടുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ്. പലപ്പോഴും ഈ കീടനാശിനികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകുന്നു എന്നതുകൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് പെരിയാറിൽ കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ അതിൽ കുളിക്കാൻ വേണ്ടി വരുന്നവർ, തുണിയലക്കാൻ വേണ്ടി വരുന്നവർ, മറ്റു പല ആവശ്യങ്ങൾക്കുമായി വെള്ളം ഉപയോഗിക്കുന്നവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ്. പക്ഷേ അപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡും അധികാരികളും ഇതിനോട് കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ലേബി? ഡോക്ടർ അരുൺ, ഏതാണ്ട് 10 വർഷങ്ങൾക്കിടെ പല ഘട്ടങ്ങളിലായി വിവിധ പഠന റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആകട്ടെ അനക്കമറ്റ് നിൽക്കുന്ന അവസ്ഥയിലുമാണ്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം രാസമാലിന്യം പെരിയാറിൽ കലർന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ, അതിന്റെ അളവ് വളരെ ഉയർന്ന അപകടകരമായ അളവിൽ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ വന്നിട്ടും ഒരു അനക്കവും അതിന്റെ ഭാഗമായിട്ടില്ല. ഇതിന്റെ ഒരു പരിഹാര നടപടികളുമായി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ സർക്കാരോ മുതിർന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനൊപ്പം തന്നെ രാസമാലിന്യം പോലെ തന്നെ അപകടകാരിയാണ് കീടനാശിനികൾ. ഈ ബണ്ടിന് തൊട്ട് മുകളിലേക്കുള്ള ഭാഗത്ത് DDT നിർമ്മിക്കുന്ന ഫാക്ടറി, അതുപോലെ തന്നെ ഡോക്ടർ ഓർക്കുക, ഏറ്റവും വിവാദമായ എൻഡോസൾഫാൻ നിർമ്മിച്ചിരുന്ന ഫാക്ടറികൾ, ഇതെല്ലാം ഈ ഭാഗത്തായിരുന്നു. ഈ എൻഡോസൾഫാൻ വിവാദത്തെ തുടർന്ന് ഈ ഫാക്ടറി അടച്ചു പൂട്ടിയെങ്കിലും അന്ന് നിക്ഷേപിച്ച മാലിന്യം ഇപ്പോഴും ഇതിന്റെ അടിത്തട്ടിലുണ്ട്. അതാണ് വിദഗ്ധർ പറയുന്നത്. ഈ കീടനാശിനി അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ കീടനാശിനിയാകട്ടെ രാസമാലിന്യമാകട്ടെ വെള്ളത്തിനൊപ്പം ഒഴുകി പോകുക മാത്രമല്ല, ഇത് അടിത്തട്ടിലേക്ക് അടിഞ്ഞുകൂടുകയാണ്. ഏതാണ്ട് വളരെ ഉയർന്ന നിരപ്പിലേക്ക് അതിന്റെ അടിത്തട്ട് ഉയർന്നു കഴിഞ്ഞു. അത് മുഴുവൻ ചെളിയും മാലിന്യങ്ങളുമാണ് പെരിയാറിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കീടനാശിനി ഉണ്ട് എന്നുള്ളത് ഈ അന്യനിമിഷം വെള്ളത്തിലേക്ക് ഇത് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം അപകടകാരിയാണ് പെരിയാറിലെ വെള്ളം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളൊക്കെ പല
ഘട്ടങ്ങളിലായി സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടും ഇതിന്മേലൊന്നും നടപടിയെടുക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട അടുത്തിടെ കുഫോസ് നടത്തിയ പഠനത്തിലും ഏതാണ്ട് കീടനാശിനി ഉൾപ്പെടെയുള്ളവയുടെ അളവ് ഉണ്ട് എന്നാണ് അതിൽ നിന്ന് സൂചന. പക്ഷേ കുഫോസ് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഈ റിപ്പോർട്ടൊക്കെ കൃത്യമായി ഫിഷറീസ് വകുപ്പിന്റെ മുന്നിലും അതിനുശേഷം അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കും ഒക്കെ എത്തുന്നുണ്ടെങ്കിലും ഇതിന്മേലൊന്നും ഒരു നടപടിയുമില്ല. ഇതൊന്നും കണ്ടമട്ട് നടിക്കുന്നുമില്ല. ഡോക്ടർ അരുൺ.